മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി CPI. എന്ത് പറ്റിയടാ? തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം ഉയർന്നത്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതായി ഈ അവതാരം. തിരുവനന്തപുരത്ത് മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് പിറകിൽ മൂന്നാമതായിരുന്നു CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാതെ LDFന് തിരിച്ചുവരാൻ കഴിയില്ല. 100% ഞാൻ യോജിക്കുന്നു. മുഖ്യമന്ത്രി മാറണമെന്ന് പറയാൻ CPI നേതൃത്വം ആർജവം കാട്ടണം. തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. LDF കൺവീനർ EP ജയരാജൻ BJP നേതാവിനെ കണ്ടതും തിരിച്ചടിയായി. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കെയാണ് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വിമർശനം ഉയരുന്നത്. ഞാൻ പെട്ടു.